എന്താലേ ഏസൻ പീടിയൽ അരി ഇട്ടൂലോ അല്ലേ ഇതരലൊത്തിന് അന്തർ മേടന്നോയോലെ ആളൊട്ട് കാട്ടുന്ന എന്തെങ്കിലും മറിച്ചിന്നേണ്ടി വരും. ബസ് സ്റ്റോപ്പിന് ഇപ്പൊ ഏത് പേരാ ഇടുക? പൈസ മുടക്കി എന്റെ അച്ഛന്റെ പേര് ജാനു. ആ പേരുള്ളവരാണ് എല്ലാ സിനിമയിലും അവിഹിത ഗർഭം ധരിക്കുന്ന അമ്മമാർ. അടച്ചോനെ ചിഞ്ചുറാണിയെ വിട് വിട് വിട്, ഓന്റെ ഊരി ഒടിഞ്ഞു പോകും ചിഞ്ചുറാണിയെ. ഭഗവാനെ, ഞാനിതാ തല മുണ്ടനം ചെയ്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. അറിയാലോ, ബമ്പർ അടിച്ച ലോട്ടറി ടിക്കറ്റുമായി എൻ്റെ അച്ഛൻ രണ രഥാസൻ നായരെ കാണാനില്ലാതെ ഈ നാട് മൊത്തം അരിച്ചു പെറുക്കുകയാണ്. മൂപ്പർക്കൊരാപത്തും വരുത്തരുതേ. ആ സമ്മാനം കിട്ടിയ ലോട്ടറി ടിക്കറ്റ് എൻ്റെ കയ്യിൽ കൊണ്ടു തരണേ. അമ്മയും അമ്മാവന്മാരും അച്ഛനെ തെരഞ്ഞു പോയിട്ടുണ്ട്. ഓരോ മുന്നിലൊന്നും അച്ഛനെ കൊണ്ടെത്തിക്കാതെ മൂപ്പർ എൻ്റെ മുന്നിൽ തന്നെ വന്ന് പെടണേ. ശംഭോ മഹാദേവ. ഈ പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ട്, ഞങ്ങൾ ആണുങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവരെ കോല് പിടിക്കുന്നു, എന്റെ പട്ടി പിടിക്കും. കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും തരടേ. അമ്മോ അമ്മ അമ്മ അമ്മോ അമ്മച്ചേ, കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ. അമ്മ അമ്മ അമ്മ. എന്താ കാണാരോ, ഇപ്പൊ തണ്ടലും തുടങ്ങിയോ? നോക്കണ്ട, ഇവിടെ ഒന്നുമില്ല. പോ സ്ഥലക്കാലിയേക്ക്. കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, ഈ പാവപ്പെട്ടവരെന്തെങ്കിലും തരടേ. അമ്മ അമ്മ. ആഹാ, ഇയാള് പുതിയ നമ്പറായിട്ട് വന്നതാ. അതൊന്നും ഈ പഞ്ചാബ കേസെന്നാരടുത്ത് ചെലവാകൂല. ഓന്റെ ഒരു ഹമ്മ ഹമ്മ. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരി, എനിക്ക് ചോറ് കുറയുണ്ട്, എനിക്ക് തിന്നാൻ എന്തെങ്കിലും തരി. അതെ, ഞാൻ ഇപ്പൊ വീഴും. ഇനി നീ ഇവിടെ നിന്നാ നിന്റെ ഷുഗർ അല്ല കുറയാ, എന്റെ പ്രഷറാ കൂടുക. അങ്ങനെ പറയല്ലേ മുതലാളി, ഞാൻ ഇപ്പൊ ഇവിടെ വീഴും. എങ്ങോട്ടേക്കാ? പഞ്ചായത്തിനാണോ? എന്നെ നോക്കണ്ട. അങ്ങനെയാണെ മുനിസിപ്പാലിറ്റി നോക്കിക്കടാ. എന്തേ നിങ്ങൾ ആരെയാ ഞെട്ടിക്കുന്നത്? ഈ പഞ്ചാബ് കേസെന്നാരെയോ? ഈ ആരായാലും ഒരു ചൊക്കില്ല. ഞാൻ എന്റെ ആരായിട്ട് വരും നിനക്കറിയോ? അറിയാ, എന്റെ ഭാര്യന്റെ അച്ഛൻ, അമ്മായിയപ്പൻ, അല്ലാതെ എന്റെ അച്ഛനൊന്നല്ലല്ലോ. അല്ല മനുമോനെ, എന്റെ മോള് ഒരു കുഞ്ഞിക്കാല് തരുന്നില്ല എന്ന് പറഞ്ഞ് ഓളെ പൊരേ കൊണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നതേ കോയിന്റെ കാലല്ല മൂപ്പ. മനസ്സിലായി, ഒരു കുഞ്ഞിനെ വേണമെന്നല്ലേ? അതിന് അവള് ഇവിടെ വന്ന് നിന്നാലല്ലേ നിന്റെ മോഹം നടക്കുള്ളൂ. അതെങ്ങനെയാ മൂപ്പ? എന്റെ പറമ്പിൽ ഒരുപാട് പണിക്കാനുള്ളതല്ലേ, ഞാൻ ഓരോരുത്തർ നിൽക്കുമ്പോ എന്റെ ഓൾ ഒറ്റയ്ക്കാവൂലേ? ആയിക്കോട്ടെ, രാത്രിയാവുമ്പോ കിടന്നുറങ്ങാനായിട്ടെങ്കിലും ഇവിടെ എത്തൂലേ? അതെങ്ങനെയാ? കൊയ്തിട്ട നെല്ല് കള്ളന്മാര് കൊണ്ടുപോകാതൊക്കെ ഞാൻ കളപ്പരയിലല്ലേ കിടക്കല്. ഓന്റെ മരുമകൻ പൊട്ട. ഈ അവിടെ രാത്രി ഒറ്റയ്ക്ക് പോയി കിടന്നിട്ട് എന്ത് ചെയ്യാനാ? അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, കാവലിന് വടക്കേ കണ്ടിയിൽ അച്ഛനുണ്ടല്ലോ. ഓന്റെ ദൈവമേ, ഞാൻ ഈ ഊളാനെ എന്ത് ഭാഷയെ പറഞ്ഞു മനസ്സിലാക്കും? നിങ്ങൾ ഏത് ഭാഷ പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഞാൻ എന്റെ ചെവി പറഞ്ഞുതരാ. ഇയാള് കേക്കണ്ട. കേക്കണ്ട, എന്നാ വേഗം ചെവി പറഞ്ഞ് സ്ഥലം കാലിയാക്കി. ഇപ്പം മനസ്സിലായ നായിങ്ക മോനെ, പോയിക്കാൻ എങ്ങനെയാ കിട്ടുകന്ന്? പറണ്ട പോലെ പറഞ്ഞപ്പാ മുപ്പൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ കുടിക്കാൻ കരിക്ക് വെട്ടാൻ പോയതാ, ഇപ്പൊ കൊണ്ടുവരും. ബാക്കി എന്റെ ദേശം എനിക്കും തരണേ. പിന്നെ അത് കരിക്കിനാണെ പറ്റൂല കേട്ടോ, അത് വിളഞ്ഞ തേങ്ങയാ. എവിടെയാ തണ്ട? ഇവിടെ ഉണ്ടായില്ലോ. എന്നെ പറഞ്ഞിട്ട് കാര്യല്ല, തോന്നണ്ട സമയത്ത് തോന്നണം. വെറുതെ പോയിക്കാനും കാര്യല്ല നായിങ്ക മോനെ. അയ്യോ നാട്ടുകാരെ, മണ്ടിയോ ഒരാളും കൊണ്ട് മണ്ടി. അല്ല കാണാറേട്ടാ, നിങ്ങളെ വീട് അത്? ഈ വീട് കുന്നുമല ശാന്തടത്തേക്ക് കുറെ വീടുണ്ടെന്ന് കേട്ടി. അല്ല ഈ വീട് ഞാൻ പറയട്ടെ. നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ ആ TV ഒന്ന് വെക്കി, എനിക്ക് വാർത്ത ഒന്ന് കേൾക്കണം. എന്റെ അച്ഛനെ പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടോന്ന് അറിയാനാ. TV ഓൺ ആണല്ലോ കാണാറേട്ടാ, നിങ്ങൾ ആ ചാനലൊന്ന് മാറ്റി വാർത്ത വെക്കി. ആ റിമോട്ട് ഇതാ. ഞാൻ എന്താ പറയാ കാണാറേട്ടാ, നടന്നു പോയി. നിങ്ങൾ എന്തെങ്കിലും കുടിക്കാൻ എടുക്കുന്നു? ആ എന്തായാലും മതി. തട്ടാൻ പറ്റൂ? സാരമില്ല, അമ്മയല്ലേ കണ്ടത്.
ആ പൊറാട്ടയോ? എനിക്കൊന്നും വേണ്ട കാണാറേട്ടാ, എനിക്ക് ഈ ചായ മതി. പൊറാട്ട നിങ്ങൾ തിന്നോളൂ. പിന്നല്ലേ പിന്നെ അല്ലാണ്ട് ഇത് തിന്നാ വല്ല പ്രശ്നം ഉണ്ടാവോ? എന്ത് പ്രശ്നം? ഓ, അതിന് കുറച്ച് അയമോദവും കയ്യിലുണ്ടായാ മതി. എന്നാലോ? പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആണോ? ആ, നിങ്ങൾ ധൈര്യമായിട്ട് തിന്നോളി. സാരിക്കൊമ്പൻ വിഷയത്തിൽ ഇന്നിവിടെ സംസാരിക്കുന്നത് പ്രശസ്ത ആധുനിക മലയാള കവി കൂട്ടാലിയുടെ കണാരൻ, അദ്ദേഹത്തോടൊപ്പം വനസംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന പൊന്തക്കാട് പുരുഷോത്തമൻ എന്നിവരാണ്. ആദ്യം ശ്രീ കൂട്ടാലിയുടെ കണാരൻ, എന്തുകൊണ്ടായിരിക്കും ഇന്നും അജ്ഞാതനായിരിക്കുന്ന ഈ സാരിക്കൊമ്പൻ ഒരു വസ്ത്ര വ്യാപാരശാലയിൽ മോഷണം നടത്താതെ തീർത്തും പാവങ്ങളായ സ്ത്രീകളുടെ സാരികൾ മാത്രം മോഷ്ടിക്കുന്നത്? കണാരേട്ടാ, നിങ്ങളൊരു പെന്നും കടലാസും എടുത്തോളി. ഈ കൂട്ടാലിയുടെ കണാരൻ പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപാര സാഹിത്യ. അങ്ങനെയുണ്ട്. എനിക്ക് ഏതെങ്കിലും പ്രസംഗിക്കാൻ ഉപകാരപ്പെടൂ. അങ്ങനെയാണ് അതാ സ്ലേറ്റും പെൻസിലും. സ്ലേറ്റിലോ? നിങ്ങൾ എഴുതി തുടങ്ങിക്കോളി, ഞാൻ തോന്നി തീർത്താലത്തെ. എന്നിട്ട് വേണം അടുക്കളയിൽ പോയിട്ട് അമോദം എടുക്കാൻ. എനിക്ക് ഇത്ര മാത്രമേ ഈ വിഷയത്തിൽ സംബന്ധിക്കാനുള്ളൂ. അതെന്തെന്ന് വെച്ചാൽ എനിക്ക് ഈ വിഷയത്തിൽ ഭൂതകാലത്തിന്റെ അണയാത്ത അഗ്നികുണ്ഡത്തിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന അഗ്നിസ്ഫുലിംഗങ്ങളുടെ ഒരു അന്തർധാര ഇവിടെ ഉയർന്നു വരുന്നുണ്ടാകാം. ആ ധാരയിലെ ചിന്താശ്രേണി ഏറ്റവും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്ന വേളയിൽ കർണകഠോരമായ ആകുലതകളും വിഹ്വലതകളും അപക്വമായ മാനസികാവസ്ഥാവിശേഷം സൃഷ്ടിച്ചെടുത്തതുകൊണ്ടാകാം ഇതിവിടെ നിർബാധം തുടരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, നിങ്ങൾ തന്നെ ഒന്നും എഴുതിയില്ല. കവി കണാരൻ ഇവിടെ പരാമർശിച്ച കാര്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇനി അവർ കണ്ടെത്തട്ടെ ഇതിനുള്ള ഉത്തരങ്ങൾ. ഇനി നമ്മുടെ അതിഥി പൊന്തക്കാട് പുരുഷോത്തമനോടൊരു ചോദ്യം. മോഷ്ടിച്ച സാരികളിൽ ഒന്നുപോലും കണ്ടെത്താനാവാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. ഇവിടെ ഒരു സർക്കാരില്ലേ? ഈ സംവിധാനം വെറും നോക്കുകുത്തിയായി നിലകൊള്ളുകയാണെന്നല്ലേ ഇതിനർത്ഥം? എന്താണ് ഇക്കാര്യത്തിൽ വനസംരക്ഷകൻ എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം? ഇയാള് പറയുന്ന ഗംഭീര സാഹിത്യം അതേതാ? ഋതുക്കൾ മാറി മറിയുന്ന നമ്മുടെ വനങ്ങളിൽ അതെങ്ങനെയാ എഴുതുക? അത് ഇങ്ങനെയുള്ള ഒരു അക്ഷരല്ലേ? ആ അക്ഷരം നീല് കൊള്ളൂല. പ്രകൃതി നൽകിയ വരദാനമാണ് നമ്മുടെ കാടുകൾ. ആ കാടിൻ്റെ ഹൃദയം പിളർക്കുന്ന നടപടിയായിരിക്കും നമ്മുടെ പോലീസിന് സ്വീകരിക്കുക. കാരണം ഈ സാരിക്കൊമ്പൻ കാട്ടിലായിരിക്കുമെന്നാണല്ലോ വിദഗ്ധ ഭാഷ്യം. ഒന്നോർക്കണം, ഇത്തരത്തിലുള്ള നിർമ്മല നിർദോഷ നിഷ്കളങ്ക കാടുകളെക്കുറിച്ചാണ് നമ്മുടെ പല കവികളും കവിതകൾ എഴുതിയത്. കേട്ടിട്ടില്ലേ? കാട്ടിൽ കൊടും കാട്ടിൽ പുൽപടർപ്പിൽ ഒരു കൊച്ചുമുല്ല കാട്ടിൽ. ഇത് ശരിയല്ല സരോജിനി നായിഡു, ഇത് കവിതയാണോ? എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും എനിക്ക് മനസ്സിലായില്ല. ഇത് എൻ്റെ സമയമാണ് സുഹൃത്തെ. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാൻ സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ സംസാരിച്ചത് പ്രേക്ഷകർക്കോ ഈ പരിപാടി അവതരിപ്പിച്ച അവതാരകർക്കോ മനസ്സിലായോ? തർക്കം വേണ്ട പുരുഷോത്തമൻ, അതുകൊണ്ടല്ലേ ഞാനത് പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. അതെ, പ്രേക്ഷകർക്ക് അതെല്ലാം മനസ്സിലാവും. ഇതൊരു കവിതയാണെന്ന് സമ്മതിച്ചു ചേർക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ള കവികളെ പോലെ കുളിക്കാതെ പല്ല് തയ്ക്കാതെ ഇവിടെ വന്നിരുന്ന് വിളമ്പുന്നത് വെള്ളം കൂട്ടാതെ ഞങ്ങളങ്ങ് വിഴുങ്ങുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഞാൻ കുളിക്കാറുമില്ല, പല്ല് തേക്കാറുമില്ല. അതിന് വ്യക്തമായ കാരണമുണ്ട് സുഹൃത്തെ. എന്ത് കാരണം സരോജിനി? എനിക്ക് കുളിക്കാനും മറ്റ് പ്രാഥമിക കർമ്മങ്ങൾക്കും സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാനത് ഉപേക്ഷിച്ചത്. എഴുത്തുകാരൻ്റെ ചിന്താമണ്ഡലങ്ങളിൽ പൊതുസൃഷ്ടികൾക്കായി പരതുമ്പോൾ ഇതിനൊന്നും ചിലപ്പം സമയം കിട്ടില്ലെന്ന് വരും. അതാണ് എൻ്റെയും പ്രശ്നം. പ്രകൃതി സംരക്ഷണത്തിനായി അഹോരാത്രം അക്ഷീണിതനായി പ്രയത്നിക്കുമ്പോൾ ഞങ്ങൾക്ക് എവിടെ സുഹൃത്തെ ഇതിനൊക്കെ സമയം? എന്നെ നോക്കണ്ട, നിങ്ങൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല എനിക്കറിയാം. എന്നാലേ ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഈ വീട് എന്റേതല്ല. നിങ്ങൾ കുടിച്ച ചായ ഞാൻ നിന്ന പൊറാട്ടയും ആരോ ഇവിടെ വാങ്ങി വെച്ചാ. ഈ വീടിന്റെ മുതലാളി ഒരു കൊടുവാളായിട്ട് അയാൾ അമ്മായി അച്ഛനെ വെട്ടാൻ പോയതാ. അല്ലാന്ന് നിങ്ങൾ സംസാരിക്കാൻ പറ്റുന്നില്ല. അതാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, അടുക്കളയിൽ പോയിട്ട് ഇത്തിരി വെളിച്ചെണ്ണ എടുത്ത് അണ്ണാക്കുപ്പായി. നേരത്തെ ഇങ്ങനെ ഒരു അക്ഷരം പറയാൻ നോക്കിയില്ലല്ലോ, ചെറുതാവ് ചുരുണ്ടോ ഏതായിപ്പോ. ഓ, ഒടുക്കത്തേ ആയിപ്പോയല്ലോ. ഇങ്ങോട്ട് നോക്കുകയാണോ? നിങ്ങൾക്കും സംസാരിക്കാൻ പറ്റുന്നില്ല? എന്നാ അത് പ്രശ്നമാവല്ലോ. പടച്ചോനെ, പറ്റിച്ചല്ലോ. അടുക്കളയിൽ അയമോദം എടുക്കാൻ മറന്നുപോയല്ലോ. അയമോദം കയ്യിലുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ ലഭിച്ച വാർത്ത, സാരിക്കൊമ്പനെ വനത്തിനുള്ളിൽ നിന്നും മയക്കുവെടി വെച്ച് കീഴ്പ്പെടുത്തുവാൻ പ്രഗത്ഭനായ വെറ്റിനറി ഡോക്ടർ സെൽവരാജിനെ മൈസൂർ മലയിലേക്ക് അയക്കുവാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നു.